വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ കുടുംബത്തെ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കുടുംബം എങ്ങനെ പണിയപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. ചില കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആ കുടുംബം ഒരു കാറ്റിൽ, ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു കുടുംബം വീട് തകരുന്നത് പോലെ തകർന്നു പോയ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ നമ്മൾ നോക്കിയിട്ട് പറയും, ഇത്രയും പ്രശ്നത്തിനാണോ ആ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി എന്ന് നമ്മൾ നോക്കാറുണ്ട്. അത് ഒറ്റ കാരണമുള്ളൂ, ആ ഭവനം പണിത മണ്ണിന് ഉറപ്പില്ലായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ ഒരു ഭവനം പണിയുമ്പോൾ അത് പാറപ്പുറത്ത് പണിയണം. നമ്മൾ പുതിയതായിട്ടൊരു വീട് നിർമ്മിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ വീടിനെക്കുറിച്ച് നമുക്കൊരു സ്വപ്നങ്ങളുണ്ടല്ലേ, അതനുസരിച്ച് നമ്മൾ എൻജിനീയറോട് പറയും, ഞങ്ങൾ പണിയാൻ പോകുന്ന വീട് ഇങ്ങനെയായിരിക്കണമെന്ന്. അപ്പോൾ എൻജിനീയർ ഒരു പ്ലാൻ നമുക്ക് തരും. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഒരു കോൺട്രാക്ടർ കൊടുക്കും വീട് പണിയാൻ വേണ്ടിയിട്ട്. ആ കോൺട്രാക്ടർ അതനുസരിച്ച് എന്ത് ചെയ്യും? പണിക്കാരെ അറേഞ്ച് ചെയ്യും. ആ പ്ലാൻ വെച്ചിട്ടാണ് ബാക്കി എല്ലാ പണിക്കാരും ആ വീട് നിർമ്മിക്കാൻ പോകുന്നത്. തറ കെട്ടുന്ന ആൾ, കോൺക്രീറ്റ് ചെയ്യുന്ന ആൾ, ഭിത്തി കെട്ടുന്ന ആൾ, ജനലുകൾ ഉണ്ടാക്കുന്ന ആൾ, വാതിലുകൾ ഉണ്ടാക്കുന്ന ആൾ, പെയിൻ്റ് അടിക്കുന്ന ആൾ, ആരൊക്കെ ആ പണിസ്ഥലത്തേക്ക് വരുന്നു അവരെല്ലാം നിർമ്മിക്കുന്നത് ആ ഭവനത്തിൻ്റെ പ്ലാൻ അനുസരിച്ചായിരിക്കും. അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ പറയും, അതൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റണം കേട്ടോ, അത് ഈ പ്ലാനുമായിട്ട് ഒത്തുപോകുന്നില്ല. ചിലപ്പോൾ എൻജിനീയർ പറയും, ആ പറമ്പിൽ വന്നിട്ട് പറയും, അയ്യോ ഈ മണ്ണിനും ഉറപ്പൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അടിത്തറ നല്ല കട്ടിയിലിടണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു കുഴിയൊക്കെ കുഴിച്ച് ബീം ഇട്ടിട്ട് പില്ലർ ഇട്ടിട്ട് ഈ വീട് പണിയണമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനെന്ന് പറയുന്ന മണ്ണിന് എത്ര ആഴമുണ്ട്, ഞാനെന്ന് പറയുന്ന മണ്ണിന് എത്ര ഉറപ്പുണ്ടെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. പലപ്പോഴും ചില കുടുംബങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ മണൽപ്പുറത്ത് ഭവനം പണിതുപോലെയായിപ്പോവും. പെട്ടെന്ന് ആ കുടുംബം ക്ഷയിച്ചു പോകുന്നത് പോലെ ചില അനുഭവങ്ങളിലേക്ക് ആ കുടുംബം പോകുന്നു. കാരണം ആ കുടുംബം പണിയപ്പെട്ടത് മണൽപ്പുറത്തായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നമ്മളൊരു ഭവനം പണിയുമ്പോൾ അത് പാറപ്പുറത്ത് പണിയണം. പാറപ്പുറത്ത്, പ്രാർത്ഥനയാകുന്ന പാറപ്പുറത്ത് നമ്മുടെ ഭവനം പണിയണം. ദൈവവചനമാകുന്ന പാറപ്പുറത്ത് നമ്മുടെ ഭവനം പണിയണം. എത്ര പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ഈ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചാലും അത് തകരുകയില്ല. കാരണം അത് കർത്താവിൻ്റെ വചനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഭവനങ്ങളാണ്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ഈ ദൈവവചനമാകുന്ന പാറപ്പുറത്ത് പണിയാറില്ല. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്, നിങ്ങളൊരു ഭവനം പണിയുമ്പോൾ അത് ദൈവവചനത്തിൽ, ദൈവവിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ നിങ്ങൾ പണിയണം. ഒരു എൻജിനീയർ വീട് നിർമ്മിക്കുന്ന അതേ പ്ലാനിങ്ങോടുകൂടി നിങ്ങളുടെ കുടുംബവും നിങ്ങൾ നിർമ്മിക്കണം. ചില ആളുകൾ എന്ത് ചെയ്യും, വീട് പണിക്ക് വളരെ സമയം കൊടുക്കും. അടിത്തറ കെട്ടുമ്പോൾ അവർ നോക്കും, സിമെൻ്റ് ഇടുമ്പോൾ നോക്കും, ഭിത്തി കെട്ടുമ്പോൾ നോക്കും, ജനൽപ്പാളികളുണ്ടോ നോക്കും, കതക് കൊണ്ടിൽ എങ്ങനെയുണ്ടെന്ന് നോക്കും, തേക്കും എങ്ങനെയുണ്ട്, പെയിൻറ് പോലും അവർ സെലക്ട് ചെയ്യും. ഇത്ര മനോഹരമായിട്ടൊരു നമ്മൾ ഒരു വീടിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കും. പക്ഷേ ഒരു കുടുംബം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക് ഏതാണ് താല്പര്യം,
അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഏതാണ് താല്പര്യം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു പ്ലാനിങ്ങോടുകൂടിയല്ല നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെയൊക്കെ വിളിച്ചിരുത്തി നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നങ്ങൾ നമ്മൾ പറയണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊരു സ്വപ്നങ്ങൾ നമ്മൾ പറയണം. ആ സ്വപ്നങ്ങൾ അനുസരിച്ച് കുടുംബത്തിലുള്ള എല്ലാവരും അധ്വാനിക്കണം. ആത്മീയമായി, മാനസികമായി, ശാരീരികമായി, ബുദ്ധിപരമായി ആ കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ അധ്വാനിക്കുമ്പോൾ ആ കുടുംബം നമ്മൾ കാണുന്ന മനോഹരമായി മാറും. അപ്പോൾ വിശുദ്ധഗ്രന്ഥം പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബം പാറമേൽ പണിത ഭവനം പോലെയാകും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അപ്പന് കുടുംബത്തെക്കുറിച്ചൊരു പ്ലാനിങ്, അമ്മയ്ക്ക് കുടുംബത്തെക്കുറിച്ച് വേറൊരു പ്ലാനിങ്, മക്കൾക്ക് വേറൊരു പ്ലാനിങ് ആകുമ്പോൾ ആ കുടുംബം മണൽപ്പുറത്ത് പണിത ഭവനം പോലെ പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങും. ചെറിയൊരു കാറ്റടിക്കുമ്പോൾ, ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ ഭവനം തകർന്നു പോകും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബം ഈ പരസ്പര ധാരണയിലുള്ള, ഐക്യത്തിലുള്ള ഒരു കുടുംബമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ കുടുംബത്തെ, ഒരു ഭവനത്തെ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ 5 കൊല്ലം കഴിഞ്ഞ് എൻ്റെ കുടുംബം ഇങ്ങനെയായിരിക്കും, എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കും, എൻ്റെ മക്കൾ ഇങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ സ്വപ്നം കാണുകയും ആ സ്വപ്നമനുസരിച്ച് നമ്മുടെ കുടുംബത്തെ, ഓരോ വ്യക്തിയെയും നമ്മൾ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അത് പറഞ്ഞു, ഞാനൊരു പാവപ്പെട്ട ഒരാളാണ്, എനിക്കൊരു മകനുണ്ട്, എൻ്റെ എല്ലാ സ്വപ്നവും, എൻ്റെ എല്ലാ പ്രതീക്ഷയും അവനാണ്. അവൻ പഠിച്ച് നല്ലൊരാളായിട്ട് വരുമ്പോഴാണ് എൻ്റെ കുടുംബം കുറച്ചും കൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ചെറുപ്പത്തിൽ എൻ്റെ അപ്പം മരിച്ചതുകൊണ്ട് ഞാൻ ഓട്ടോ എടുത്തതാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ മകൻ പഠനത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ ഭയങ്കര ഉഴപ്പാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ കുടുംബത്തിലൊരു പ്രത്യേകത, അപ്പന് മകനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട്, പക്ഷെ മകന് അവനെക്കുറിച്ചൊരു പ്ലാനിങ് ഇല്ലാതായി പോകുന്നു. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ കുടുംബങ്ങളിൽ സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ ആളുകളും ഒരുപോലെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഈശോ പറഞ്ഞു ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭവനം പാറപ്പുറത്ത് പണിത ഭവനം പോലെ ആയിരിക്കും. ചിലപ്പോൾ ഈ എൻജിനീയർ പറയും, നിങ്ങളുടെ മണ്ണിന് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് പില്ലറുകൾ ഇടണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബത്തിൽ ചില പില്ലറുകൾ നമ്മൾ ഇടണം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, പരസ്പര ത്യാഗത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ, ദൈവവചനമാകുന്ന പില്ലറുകൾ നമ്മുടെ കുടുംബത്തിൽ ഇട്ടാൽ മാത്രമേ നമ്മുടെ ഭവനം എന്ത് ചെയ്തു ഉറപ്പുള്ളതാകും. അല്ലെങ്കിൽ ചെറിയൊരു കാറ്റടിക്കുമ്പോൾ, ചെറിയൊരു വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബം തകർന്നു പോകും. ആ കുടുംബത്തിൻ്റെ വീഴ്ച വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഒരപ്പൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ ഞാനാകുന്ന മണ്ണിന് എത്ര ഉറപ്പുണ്ടെന്ന് നമ്മൾ നോക്കണം. എൻ്റെ ഭവനത്തിൽ പണിതുയർത്താൻ പറ്റുന്ന വ്യക്തിപരമായ നന്മകളും പുണ്യങ്ങളും എനിക്കുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ നമ്മുടെ കുടുംബം നല്ല മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ കാറ്റിൽ വീണ വീട് പോലെയാകും. സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം. ഞാനാകുന്ന എൻ്റെ കുടുംബത്തിൽ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം എങ്ങനെയുണ്ട്? ഉറപ്പുള്ള അടിത്തറയിലാണോ എൻ്റെ വീട് നിർമ്മിച്ചിരിക്കുന്നത്? സിമെൻറ്റും കമ്പിമുറച്ചു ഉണ്ടാക്കിയ അടിത്തറയല്ല, മറിച്ച് പ്രാർത്ഥന കൊണ്ട്, പരസ്പര വിശ്വാസം കൊണ്ട്, പരസ്പര സ്നേഹം കൊണ്ട്, വിട്ടുകൊടുക്കലുകൾ കൊണ്ട് നിർമ്മിച്ചതാണോ എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറയെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കുടുംബം എത്രമാത്രം ഉറപ്പുള്ളതാണ്? ചെറിയൊരു പ്രശ്നം വന്നാൽ എൻ്റെ കുടുംബത്തിൽ എങ്ങനെ പരിഹരിക്കപ്പെടുക? ചെറിയൊരു രോഗം വന്നാൽ എങ്ങനെ എൻ്റെ കുടുംബത്തിൽ പരിഹരിക്കപ്പെടുക? അല്ലെങ്കിൽ ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ എങ്ങനെ എൻ്റെ കുടുംബത്തിൽ പരിഹരിക്കപ്പെടുക? പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അതെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. മറിച്ച് നല്ല അടിത്തറമേൽ പണിയപ്പെട്ട ഭവനങ്ങളാണെങ്കിൽ ആ കുടുംബം അതിനെല്ലാം അതിജീവിക്കും. സുവിശേഷം കൃത്യം പറയുന്നുണ്ട്, പാറപ്പുറത്ത് പണിത ഭവനം ആ കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിച്ചു.
സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ, ദൈവവചനത്തിൽ നമ്മുടെ ഭവനം പണിതുയർത്തണം. ഈശോ മിശിഹാ നമ്മുടെ എല്ലാവരെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.